നല്ല എരിപൊരിയൻ ഉരുളക്കിഴങ്ങ് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാം. ഇതൊരു ശ്രീലങ്കൻ സ്പെഷ്യൽ വിഭവമാണ്. പക്ഷെ നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഇതിനു വേണ്ടി ഒരു 3 വലിയ ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് വേവിച്ച് മുറിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു 3-4 സെർവിങ്ങിനുള്ള അളവ് ഉണ്ടാവും കേട്ടോ. ഇതാ ഈ ഒരു വലുപ്പത്തിനാണ് ഞാനിത് മുറിച്ചിട്ടുള്ളത്. ഇതിലേക്കായിട്ട് ഒരു വലിയ വല്യുള്ളി തന്നെ എടുത്തിട്ടുണ്ട്, സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇത്ര കനം കുറച്ച്. ഇനി ഇവിടെ ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2-3 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, ഒരു 5-6 വറ്റൽമുളക്, ചുവന്ന മുളക്. ഇത് ഇളം തീയിലോ അല്ലെങ്കിൽ മീഡിയം തീയിലോ ഇട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൽ മുളകിന്റെ പാകം നോക്കിയാൽ മതി. മുളക് കൈകൊണ്ട് പിടിക്കാൻ പറ്റാത്തത്ര ചൂടിലെത്തുമ്പോൾ നമുക്ക് ഡ്രൈ റോസ്റ്റിംഗ് നിർത്താം. ഇതായിപ്പോൾ ഏകദേശം ആ പാകം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് നിന്നും മാറ്റാം. ഇതൊന്ന് കൂൾ ഡൗൺ ആയി ഇളം ചൂട് പാകത്തിലെത്തുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഇതുപോലെ ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇനി അതേ പാൻ വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അത് ബേൺ ആവാതെ നോക്കണേ. ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വല്യുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു നന്നായിട്ട് സോഫ്റ്റ് ആകുന്നവരെ, എന്നാൽ സ്റ്റിൽ ഒരു ചെറിയ ക്രഞ്ച് ഉള്ള പാകത്തിനെത്തും വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. ഇത് ഏകദേശം ആ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയോ മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ചേർക്കുന്ന പൊടികൾ വെന്ത് കിട്ടാനുള്ള ഓയിലാണ്. പൊടികൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി ചില്ലിപ്പൊടി. ഇത് രണ്ടും ചേർത്ത് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതായിപ്പം പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഉള്ളിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. സൂക്ഷിക്കണം, നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ചേർക്കാം. കൂടെ തന്നെ മീഡിയം സ്പൈസി ആയിട്ടുള്ള 3 പച്ചമുളക് അരിഞ്ഞതും 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളും എല്ലാം ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളുടെ മേലെ നന്നായിട്ട് പെരണ്ട് വരുന്നത് പോലെ, നന്നായിട്ട് പിടിക്കുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഉരുളക്കിഴങ്ങിലൊക്കെ മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെക്കുകയാണ് നമ്മൾ. ആ ടേസ്റ്റും മണവും ഒക്കെ ഒന്ന് ബ്ലെൻഡ് ആവാനുള്ള സമയമാണ് കേട്ടോ. അടപ്പ് തുറന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു വലിയ ചെറുനാരങ്ങയുടെ 1/4 ഭാഗത്തിന്റെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നത് കൊണ്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ലെവലപ്പ് ആവും കേട്ടോ. ഇതായിപ്പോൾ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഡിഷാണ് കേട്ടോ. എരിവ് മാത്രമല്ല, ഇതിന്റെ കൂട്ട് തന്നെ നല്ല വ്യത്യാസമുള്ളതാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. കഞ്ഞി, ചോറ്, ചപ്പാത്തി ഇങ്ങനെ എന്തിന്റെ കൂടെയും പോകും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.